ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നൊരു പ്രോഡക്റ്റ് റിവ്യൂ ആണ്. പ്രോഡക്റ്റ് എന്ന് പറയുന്നത് സോഫ കവർ. ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. 2000 റുപ്പീസ് ആയി ഈ പ്രോഡക്റ്റ്. 3 സീറ്റർ സോഫയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു കവറാണ്. അപ്പോൾ ഇതൊരു ഫ്രീ സൈസ് കവറാണ്. നമുക്ക് ഏത് 3 സീറ്റർ, അതായത് ഒരു സ്റ്റാൻഡേർഡ് സൈസ് കാണത്തില്ലല്ലോ, നമ്മൾ സോഫ പല സൈസായിരിക്കും. അപ്പോൾ ഏത് 3 സീറ്റർ സോഫയ്ക്കും ഫിറ്റ് ആവുന്ന രീതിയിലുള്ള ഒരു ഡിസൈനാണ് ഇവർ കൊടുത്തേക്കുന്നത്. എന്തായാലും ഞങ്ങൾക്കിത് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നി. ഞങ്ങളിതിപ്പോൾ രണ്ടാമത്തെ കവറാണ് വാങ്ങിക്കുന്നത്. ആദ്യത്തെ കവറ് വാങ്ങിച്ചിട്ട് ഇപ്പം ഓൾമോസ്റ്റ് ഒരു വർഷത്തിന് മേലെയായി. അപ്പോൾ അത് മാറ്റിയിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നമുക്ക് കഴുകി യൂസ് ചെയ്യാം. അല്ലേ, കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ സോഫ ഡാമേജ് ആവാതെ സൂക്ഷിക്കാം. അതിനകത്ത് എന്താ പറയുക, അഴുക്കൊക്കെ പറ്റാതെ നോക്കാം. ഇത് ഇടയ്ക്കെടുത്ത് കഴുകാം. അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ്. പിന്നെ നല്ല ഫിറ്റിംഗ് ആയിട്ട് തന്നെ ഇരിക്കും. അതായത് നമ്മൾ പോയി ഇരിക്കുമ്പോൾ ഇളകി വരിക, താഴെ ഊർന്ന് വീഴുക, അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല. സോഫ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നില്ല അത് കവറാണ്, അത് അതിൻ്റെ സ്കിന്നാണെന്നേ പറയുള്ളൂ. അങ്ങനെ ഫിറ്റിംഗ് ആയിട്ട് നമുക്കിതിനെ വെക്കാൻ പറ്റും. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. മറ്റ് ഡീറ്റെയിൽസ് എല്ലാം വീഡിയോയിലുണ്ട്. ഞങ്ങളുടെ സോഫയുടെ കണ്ടീഷൻ വളരെ മോശമാണ്. അപ്പോൾ അത് കൂടുതൽ മോശമാവാതിരിക്കാനും അത് പുറത്ത് കാണാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഞങ്ങൾ കവർ ഇടാൻ ഇഷ്ടപ്പെടുന്നത്. ഈ കവറിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് സിന്തറ്റിക് മെറ്റീരിയലാണ്. നല്ല സോഫ്റ്റാണ്. വെൽവെട്ട് പോലെയൊക്കെ തോന്നും, പക്ഷെ വെൽവെട്ട് അല്ല. വെൽവെട്ട് പോലുള്ള ഫീലിംഗ് ആണ്. നല്ലൊരു സോഫ്റ്റ് ക്ലോത്താണ്. പെട്ടെന്ന് ഉടഞ്ഞു പോകത്തില്ല. ഇരിക്കുമ്പോഴും നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിരിക്കും. അപ്പോൾ ഇതിനകത്ത് 4 കോർണർ വരും. മുകളിലത്തെ ആ 2 കോർണറും പിന്നെ കൈൻ്റെ അവിടെ വരുന്ന 2 കോർണറും അത് അഡ്ജസ്റ്റ് ചെയ്ത് വേണം ആദ്യം ഇടാൻ. അത് അഡ്ജസ്റ്റ് ആയതിനു ശേഷം അതിൻ്റെ വള്ളി ഉപയോഗിച്ചിട്ട് പുറകിൽ, അടിയിലൂടെയും എടുത്ത് പുറകിൽ കൊണ്ടുവന്ന് കെട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സോഫ തിരിച്ചിടണം. ഇതിൻ്റെ കൂടെ ഞങ്ങൾക്കൊരു ചെറിയ പില്ലോയ്ക്ക് ഇടാനുള്ളൊരു കവറും കൂടെ തന്നായിരുന്നു. അപ്പോൾ എക്സ്ട്രാ സ്മോൾ പില്ലോസ് ഉണ്ടെങ്കിൽ അതിനിടാം നമുക്ക് ഈ ചെറിയ കവർ. അപ്പോൾ ഇങ്ങനെ പുറകിൽ ആ വള്ളി ഉപയോഗിച്ച് കെട്ടി കൊടുക്കുക. സോഫയുടെ ആ സ്റ്റാൻഡ് വരുന്നിടത്തുനിന്ന് തുണി മാറ്റണം, ഇല്ലെങ്കിൽ അത് ഉരഞ്ഞ് ചിലപ്പോൾ തുണി കീറാൻ ചാൻസ് ഉണ്ട്. ആ കോർണർ സ്റ്റാൻഡ് പോലെ വരുന്നെടുത്ത്. ഇനിയുള്ള മെയിൻ പരിപാടി എന്ന് പറയുന്നത് ഈ തുണി, എക്സ്ട്രാ വരുന്ന തുണി അകത്തോട്ട് വെക്കുക എന്നുള്ളതാണ്. നമ്മൾ ചുമ്മാ അകത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ വെക്കുമ്പോൾ ഇരിക്കും, പക്ഷേ നമ്മൾ ഇരിക്കുമ്പോൾ കുടങ്ങി പോരും. അപ്പോൾ നമ്മൾ ഈ ഒരു പ്ലാസ്റ്റിക് റോള് പോലൊരു സാധനം അവർ തന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ അകത്തോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും അത് അവിടെ തന്നെ ഇരുന്നോളും. തുണി പുറത്തോട്ട് ഇളകി വരില്ല നമ്മളിരുന്ന് എഴുന്നേൽക്കുമ്പോൾ. ഇതാണ് ആ ഫിറ്റിംഗ് കൊടുക്കുന്നത്. എല്ലാ സ്ഥലത്തും, എല്ലാ കൈൻ്റെ അവിടെയും പുറകിലും എല്ലായിടത്തും വെക്കാനുള്ള ആ റോൾ അവർ തന്നിട്ടുണ്ട്. 5-6 റോൾസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് വെച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല നീറ്റാവും. ഇതുകൊണ്ടാണിത് ഫ്രീ സൈസ് ആകുന്നത്. എല്ലാ 3 സീറ്റർ സോഫയ്ക്കും ഇത് പാകമാവുന്നത് ഇതുകൊണ്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തേക്ക്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടേക്ക് കെയർ, സ്റ്റേ ട്യൂൺ, ബൈ.